പീരിയോഡിക് ടേബിൾ എന്ന് പറയും. വൈ സോഡിയം ഓൾവേസ് പ്ലേസ്ഡ് ഇൻ ഗ്രൂപ്പ് 1? സാധാരണ ചോദിക്കുന്നത് വരുന്ന ഒരു ചോദ്യത്തിൽ എന്തുകൊണ്ടാണ് സോഡിയം, പൊട്ടാസ്യം ഇവരൊക്കെ നമ്മൾ ഗ്രൂപ്പ് 1 പെടുത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ക്ലോറിൻ എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് എപ്പോഴും ഇവിടെ കാണുന്ന ഗ്രൂപ്പ് 17 വരുന്നത്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇവിടെ ക്ലോറിൻ ഇവിടെയാണ് ഉള്ളത്, നമ്മൾ പറഞ്ഞ സോഡിയവും പൊട്ടാസ്യം ഇവിടെയാണ് ഉള്ളത്. അപ്പം ഇവരെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്? അങ്ങനെ 118 എലമെന്റ്സിനെ ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിഫറെന്റ് പൊസിഷനിൽ വെച്ചിട്ടുള്ളത്? അതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ മനസ്സിലാക്കും. നിങ്ങൾ അറിയാതെ തന്നെ ഏത് എലമെന്റ് ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഈ ചാപ്റ്റർ കൂടെ ചെയ്യാൻ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഒന്ന്, നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ ഇലക്ട്രോൺ ഷെൽസ് എന്താണ്. പിന്നെ ഇവിടെ നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ക്വാണ്ടം നമ്പർ, എന്താണ് സബ്ഷെൽസ്, എന്താണ് ഇലക്ട്രോൺ ഫില്ലിംഗ്, ഈ ഓരോ സബ്ഷെൽസിൻ്റെ അകത്ത് ഇലക്ട്രോൺ എങ്ങനെയാ ഫില്ലിംഗ്, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചാപ്റ്റർ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. എന്താണ് ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഇസ് ആൻ ആറ്റം? എന്താണ് ആറ്റം? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ? ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പല മോഡൽസ് ഓഫ് ആറ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സാധാരണ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കോൺസെപ്റ്റ് എന്താ? മാറ്റർ ഇസ് ഫോംഡ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറയും. ആ ടൈനി പാർട്ടിക്കിളാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. പിന്നെ വാട്ട് ആർ ഇലക്ട്രോൺസ്? എന്താണ് ഇലക്ട്രോൺസ്? ഈ ആറ്റത്തിന്റെ അകത്ത് കാണുന്ന സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് ഇലക്ട്രോൺസ് പറയുന്നത്. എന്താണ് ഷെൽസ്? ബോർ മോഡൽ ഓഫ് ആറ്റം ഒക്കെ നിങ്ങൾ പഠിച്ചിരുന്നു. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിന് ചുറ്റും എനർജി ലെവൽസ് ഉണ്ട്. ആ എനർജി ലെവൽസ് നമ്മൾ എന്താ പറയുന്നത്? ഷെൽസ് എന്ന് പറയുന്നത്. ആ ഷെൽസിൽ ഒരു പ്രത്യേക ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പം ഈ ബോർ മോഡൽ ഓഫ് ആറ്റം വരച്ചിരുന്നു 9th 8th ഒക്കെ ആയിട്ട്, ശരിയല്ലേ? ഓക്കെ, റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സോഡിയം, മെഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ. സോഡിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഏതാണെന്നറിയാം നിങ്ങൾക്ക്? സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ അറിഞ്ഞാൽ, മെഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ അറിഞ്ഞാൽ, ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? എന്താ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിന് മുന്നേ നമുക്കതിന്റെ ആറ്റോമിക് നമ്പർ അറിയണം, 11 ആണ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കെ ഷെല്ല് 2 ഇലക്ട്രോൺ, പിന്നെ എൽ ഷെൽ, പിന്നെ ബാക്കി വരുന്നത് എം ഷെല്ലിലേക്ക് 281. മെഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. 12 ആകുമ്പോൾ 2 കെ ഷെല്ല് മാക്സിമം അത്രയാണ്, എൽ ഷെല്ല് മാക്സിമം 8 ഇലക്ട്രോൺസ്, എം ഷെല്ല് ബാക്കിയുള്ള 2 ഇലക്ട്രോൺസ് പോകും. പിന്നെ ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? 2, 8, 7. ഇതെല്ലാം ഓർക്കുന്നല്ലോ എല്ലാവരും? ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകും. ഓക്കെ, അപ്പം നമ്മളുടെ ഒരു യാത്ര തുടങ്ങുന്നത് ഈ കാണിച്ചിട്ടുള്ള ഫ്ലോ ചാർട്ട് പോലെയാണ്. നമ്മൾ തുടങ്ങാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത് ആറ്റംസ്, ഇലക്ട്രോൺസ്, ഷെൽസ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു അല്ലെ, എന്താണ് ഈ സാധനങ്ങളൊക്കെ. ഇതിന് ശേഷം വരുന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പുതിയതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ സബ്ഷെൽ, എന്താണ് ഈ ഓർബിറ്റൽസ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് ഇവരെ പീരിയോഡിക് ടേബിളിൽ എങ്ങനെ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇവിടെ ഏത് പൊസിഷനിലാണ് വരേണ്ടത് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ ജേർണി എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങില്ല എന്നാൽ. ഓക്കെ, അപ്പൊ അത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഫ്ലാറ്റിലാണ്, ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പം ആദ്യം നിങ്ങൾ അയാളുടെ അടുത്ത് ചോദിക്കും എവിടെയാണ് സ്ഥലം. സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് അവന്റെ അപ്പാർട്ട്മെന്റ് പറഞ്ഞു കൊടുക്കും. അത് മാത്രം മതിയോ? അപ്പാർട്ട്മെന്റിന്റെ പേര് മാത്രം കിട്ടിയാൽ മതിയോ? പോരാ. ആ അപ്പാർട്ട്മെന്റിൽ കുറെ ഫ്ലോർ ഉണ്ടോ, നിലകളുണ്ടാവും. അപ്പൊ ആ കുട്ടി ഏത് നിലയിലാണ് താമസിക്കുന്നത് അതും നമുക്കറിയണം അല്ലെ? എന്നാലേ നിലയിലേക്ക് നമുക്ക് കയറി ചെയ്യാൻ പറ്റും. നിലയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ
ഒരു ഫ്ലാറ്റ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, കുറേ ഫ്ലാറ്റുകൾ ഉണ്ടാവും. അപ്പം ആ ഫ്ലാറ്റിന്റെ നമ്പർ അല്ലെങ്കിൽ റൂമിന്റെ നമ്പർ അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? റൂമിന്റെ നമ്പർ അറിഞ്ഞു. റൂം നമ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ആ റൂമിൽ എത്തിക്കഴിഞ്ഞാൽ, അവന്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവൻ എവിടെ, ഏത് ഡയറക്ഷനിലാണ്, ഏത് പൊസിഷനിലാണ് നമുക്ക് അറിയണ്ടേ? അല്ലെ? ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പേഴ്സന്റെ അടുത്ത് കറക്റ്റ് ആയിട്ട് എത്താൻ സാധിക്കൂ. അപ്പം അപ്പാർട്ട്മെന്റ് കിട്ടി, അപ്പാർട്ട്മെന്റിൽ ഫ്ലോർ ഏതാ മനസ്സിലായി, അവന്റെ വീട് ഏതാന്ന് മനസ്സിലായി, വീടിനകത്ത് കയറി കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്നത് കൂടി എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ അവന്റെ മുമ്പിലെത്തും. ശരിയല്ലേ? അപ്പം ഓരോ ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് അഡ്രസ് ഉള്ളത്, അതേപോലെ ഒരു ആറ്റത്തിന്റെ അകത്ത് ഓരോ ഇലക്ട്രോണിനും അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്രസ് ഉണ്ട്. ആ അഡ്രസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ അഡ്രസ്സുകളെ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, അതിന് ആ അഡ്രസ്സ് നമ്മളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക. ആ അഡ്രസ്സിനെ നമ്മൾ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അപ്പാർട്ട്മെന്റ് പ്ലേസ് ആരാണ്? ആറ്റം ആണ്. ഫ്ലോറിന്റെ സ്ഥലത്ത് ആരാണ്? നമ്മളിപ്പം ഓൾറെഡി നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഷെല്ലാണ്. ആ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഫ്ലോറിന്റെ അകത്ത് ഏത് ഫ്ലാറ്റാന്ന് അറിയണ്ടേ, അല്ലെങ്കിൽ റൂമാന്ന് അറിയണ്ടേ? ആ ഷെല്ലിന്റെ അകത്ത് എന്തുണ്ടാവും? വീണ്ടും സബ് ഷെല്ല് ഉണ്ടാവും. ആ സബ് ഷെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഏത് പൊസിഷനിലാണ് ഇവനുള്ളതെന്ന് അറിയണ്ടേ? അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഓർബിറ്റലാണ്. ഓക്കെ, ഓർബിറ്റലാണ് നമുക്ക് പറഞ്ഞത് ഏത് പൊസിഷനിൽ ആ സബ് ഷെല്ലിൽ എവിടെയാണ് ഈ കുട്ടി ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഉള്ളത്. അവസാനം നമ്മൾ ആരിലേക്ക് എത്തും? ഓർബിറ്റിലൊക്കെ പോയി നമുക്ക് വേണ്ട ഇലക്ട്രോൺ എവിടെയാണല്ലോ അവന്റെ അടുത്തേക്ക് എത്തും. ഓക്കെ, അപ്പം 3 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, എസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇതെന്തൊക്കെയാണ് നമ്മൾ ഓരോന്ന് പഠിക്കും, നിങ്ങൾ പേടിക്കേണ്ട. അപ്പൊ ഈ ഓർബിറ്റ് എന്താ, ഓർബിറ്റിൽ എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ അപ്പാർട്ട്മെന്റിന്റെ ഒരു കാര്യം ഒന്നും കൂടി ഇവിടെ ഈ ചിത്രത്തിൽ കൂടെ നോക്കാം. അപ്പൊ ഈ അപ്പാർട്ട്മെന്റ് ആണ് കാണുന്നത്. ഓരോ ഫ്ലോറിൽ 3 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് എ, ഫസ്റ്റ് ബി, ഫസ്റ്റ് സി സൈഡ്. ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ ഏറ്റവും മുകളിലത്തെ നിലയിൽ 4A, 4B, 4C 3 ഫ്ലാറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഫ്ലാറ്റ് ആണ് നമ്മളുടെ ആര്? ആറ്റം എന്ന് പറയും. ആറ്റം ആണ് നമ്മളുടെ അപ്പാർട്ട്മെന്റിലായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ഓരോ ഫ്ലോർ ഉണ്ട്. ആ ഓരോ ഫ്ലോറിൽ ആ ഫ്ലോർ എന്തായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ആറ്റത്തിനകത്തുള്ള ഷെൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ഫുൾ ആറ്റം ആണ്. ഒരു ഫ്ലോറ് ഒരു ഷെല്ലാണ്. ആ ഓരോ ഫ്ലോറിൽ എന്തുണ്ടാവും? കൂടുതൽ റൂമുകൾ ഉണ്ടാവും. ആ റൂമുകളാണ് ആര്? നമ്മളുടെ സബ് ഷെൽ എന്ന് പറയുന്നത്. ആ റൂമിൻ്റെ അകത്ത് പല സ്ഥലത്ത് ചെയർസ് ഉണ്ടാവും, സീറ്റ് ഉണ്ടാവും. അത് ഓരോ പൊസിഷനിലായിരിക്കും. ആ എവിടെയാണ് ആളിരിക്കുന്നത് അത് പറഞ്ഞു തരുന്നതാണ് നമ്മളുടെ അവസാനത്തെ ഓർബിറ്റൽ. ഓക്കെ, ബിൽഡിംഗ് ആറ്റമാണ്, ഫ്ലോർ ഷെല്ലാണ്, റൂം സബ് ഷെല്ലാണ്. ആ കുട്ടി ഇരിക്കുന്ന പൊസിഷൻ ഇലക്ട്രോണിന്റെ കേസ് എടുക്കുമ്പോൾ ഓർബിറ്റൽ ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം, എന്താണ് ഈ ഓർബിറ്റൽ എന്ന് പറഞ്ഞിട്ട്? അപ്പൊ ഇവിടെ വരച്ച ഈ ചിത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചിത്രം നമ്മൾ 2 ഡയമെൻഷൻ എന്ന് പറയും. നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മാത്രമേ പറയാൻ പറ്റൂ. ശരിയല്ലേ? 2 ഡയമെൻഷൻസേ ഉള്ളൂ. എക്സും വൈ എന്ന് പറഞ്ഞ ഡയമെൻഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അപ്പം ഞാനിവിടെ ഒരു ക്യൂബ് വരച്ചു, ഇവിടെ നമ്മൾ സ്ക്വയർ വരച്ചു. ഈ സ്ക്വയർ ഞാൻ ഇവിടെ ഒന്നും കൂടി ഇങ്ങനെ വരച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി മാറി? ഒരു ക്യൂബായി മാറി. അപ്പൊ നേരത്തെ ഞാൻ വരച്ച ഇതൊരു 2 ഡയമെൻഷൻസ് ആണ്. ഇതിന് ലെങ്ത് ഒരു ഡയമെൻഷൻ, ബ്രെഡ്ത്ത് ഒരു ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കൂടി വന്നു. അതായത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പാർട്ട്, ഇങ്ങനൊരു പാർട്ടും കൂടി വന്നു. ഇതാണ് നമ്മൾ 3 ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 ഡയമെൻഷൻസ്. ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ സൂര്യന് ചുറ്റും നമ്മുടെ പ്ലാനറ്റ്സ് കറങ്ങുന്നത് പോലെ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്ന, അല്ലെങ്കിൽ അവർ മൂവ് ചെയ്യുന്ന ആ പാതയ്ക്കാണ് നമ്മൾ പറയുന്നത് ഓർബിറ്റ് എന്ന് പറയുന്നത്. എനർജി ലെവൽസ് അല്ലെങ്കിൽ ഷെൽസ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പിന്നെ ആൾക്കാർക്ക്, സയന്റിസ്റ്റിന് തോന്നി ജസ്റ്റ് ഇവിടെ മാത്രമായിരിക്കോ ഇലക്ട്രോൺസിനെ? ഇപ്പൊ നമ്മളൊരു റോഡ് ഉണ്ട്, ആ റോഡിന് ഇടവഴി ഉണ്ടാവും, ആ ഇടവഴി വീണ്ടും ചെറിയ ഇടവഴിയിലേക്ക് പോകും. അങ്ങനെ എവിടെയെങ്കിലും ഉള്ളിൽ എവിടെയാണോ ഈ ഇലക്ട്രോൺസ് ഒളിച്ചു കിടക്കുന്നത് അത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നി. അങ്ങനെ പല സയന്റിസ്റ്റും പല എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി അങ്ങനെ അവർ പറഞ്ഞതാണ് ഈ ഇലക്ട്രോൺസ്
വെറും ഷെല്ലിൻ്റെ അകത്ത് മാത്രമല്ല, ഉള്ളത്. ആ ഷെല്ലിൻ്റെ അകത്ത് വീണ്ടും നമ്മളൊരു റോഡിൽ ഇടവഴി പോകുന്ന പോലെ വീണ്ടും അതിൻ്റെ അകത്ത് സബ് ഷെൽസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അതിൻ്റെ അകത്ത് സബ് ഷെൽസ് വരുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അതിൻ്റെ അകത്ത് സബ് ഷെൽ ഉണ്ട്. അപ്പം ആ സബ് ഷെല്ലിനെ നമ്മൾ എവിടെയാണ് ഇലക്ട്രോണെ തപ്പി പിടിക്കുക? അതിനൊരു വഴി വേണ്ടേ? അപ്പം എന്താണ് ഓർബിറ്റൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന്റെ ചുറ്റും എവിടേക്കാണോ ഇലക്ട്രോൺസിന് കണ്ടുപിടിക്കാനുള്ള സാധ്യതയുള്ളത്. അതൊരു 3 ഡയമെൻഷനാണ്. അത് മുകളിലോട്ടേക്കാവാം, സൈഡിലേക്കാവാം, താഴോട്ടേക്ക് എവിടെ വേണേവാം. ചുറ്റും ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിനെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ നമ്മൾ എന്ത് പറയും? ഓർബിറ്റൽസ് എന്ന് പറയും. ഓർബിറ്റ് എന്താ? ഓർബിറ്റ് വരെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന പാതയാണ്. ഓർബിറ്റലോ 3 ഡയമെൻഷൻ, ഓർബിറ്റ് 2 ഡയമെൻഷൻ ആണെങ്കിൽ ഓർബിറ്റൽ 3 ഡയമെൻഷനാണ്. അതൊരു ബലൂണിൻ്റെ അകത്ത് നിറച്ച കാറ്റ് പോലെയാണ്. അപ്പം എവിടെയാണോ ഇലക്ട്രോൺസ് കൂടുതൽ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള സ്ഥലം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വാണ്ടം നമ്പർ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. അപ്പൊ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് നമുക്ക് എന്ത് പറഞ്ഞു തരുന്നത്? ആ ഇലക്ട്രോൺ ഏത് ഷെല്ലിന്റെ അകത്താണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പഠിച്ചിരുന്നു കെ ഷെൽ നമ്പർ, ഷെൽ നമ്പർ 1 ആണ്, n ഈക്വൽ ടു 1. അതേപോലെ എൽ ഷെൽ n ഈക്വൽ ടു 2, എം ഷെൽ n ഈക്വൽ ടു 3, എൻ ഷെൽ n ഈക്വൽ ടു 4. അല്ലേ? അങ്ങനെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം ആ ക്വാണ്ടം നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ഷെല്ല് എവിടെയാണ്, ഏത് ഷെല്ലിൻ്റെ അകത്താണ് ഇലക്ട്രോൺ ഉള്ളത്, അതിനെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇത് നമ്മൾ ഓൾറെഡി അറിയാം. കെ ഷെല്ലിന്റെ ഷെൽ നമ്പർ n1 ആണ്, ഇവിടെ n2 ആണ് എല്ലിന്റെ, n3 ആണ് എമ്മിന്റെ, n4 ആണ് n. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവാം. അടുത്ത ക്വാണ്ടം നമ്പർ ആണ് എസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് ഈ ക്വാണ്ടം നമ്പർ? ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സ് ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ്സിനെ നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് എന്ത്? ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വാണ്ടം നമ്പർ എന്താണ്? ഒരു ഇലക്ട്രോൺ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇലക്ട്രോണിനെ കണ്ടുപിടിക്കാനുള്ള അഡ്രസ്സ് പറഞ്ഞു തരുന്നത് ഈ ക്വാണ്ടം നമ്പർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എസിമുത്തൽ നമ്പർ നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ഒരു ഷെല്ലിൻ്റെ അകത്ത് ഏത് സബ് ഷെല്ലിനുള്ളിലാണ് ഈ ഇലക്ട്രോൺസ് ഉള്ളത്, അത് നമുക്ക് പറഞ്ഞു തരുന്ന നമ്പറാണ് എന്ത്? എസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ എസിമുത്തൽ ക്വാണ്ടം നമ്പറിന് 2 വാല്യൂസ് കാണാം. ഒന്ന് എന്തായാലും 0 ഉണ്ടാവും, മറ്റേത് നമുക്ക് നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇല്ലേ, അതിന് 1 മൈനസ് ചെയ്ത വാല്യൂ. ഓക്കെ, അതാണ് 2 വാല്യൂസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ എളുപ്പ വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പേടിക്കണം. 0, n-1 എന്ന് പറയും. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നമ്മളുടെ ഷെൽ നമ്പർ നോക്കാം. ഇപ്പൊ കെ ഷെല്ലിന്റെ ഷെൽ നമ്പർ n എത്രയാണ്? 1 ആണ്. അപ്പൊ അതിന്റെ ഷെൽ നമ്പർ എത്രയാണോ അത്ര തന്നെ സബ് ഷെല്ല് അതിനുണ്ടാവുള്ളൂ. നമ്മൾ ആരെ പറ്റിയിട്ട് അപ്പൊ എസിമുത്തൽ ക്വാണ്ടം നമ്പർ പറഞ്ഞത്? സബ് ഷെല്ലിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുക, എളുപ്പ വഴി ഇതാണ്. ഒരു ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അത്ര തന്നെ അതിന് എന്തുണ്ടാവും? സബ് ഷെൽ ഉണ്ടാവും. കെ ഷെല്ലിന് ഒരു അല്ലെ 1 ആണ് നമ്പർ വരുന്നത്, അപ്പൊ അതിന് ഒരു എന്താ ഉണ്ടാവുള്ളൂ? 1 എന്താണ്? അതിന്റെ സബ് ഷെല്ലാണ്. എൽ ഷെല്ലിന്റെ ഷെൽ നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പൊ അതിന് എത്ര സബ് ഷെൽസ് ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. അങ്ങനെ മനസ്സിലാക്കാം. എമ്മിന്റെ ഷെൽ നമ്പർ 3 ആണ്, അതിന് എത്ര സബ് ഷെൽസ് ഉണ്ടാവും? 3 സബ് ഷെൽസ് ഉണ്ടാവും. എന്നിന്റെ ഷെൽ നമ്പർ 4 ആണ്, അതിന് എത്ര സബ് ഷെൽസ് ഉണ്ടാവും? 4 സബ് ഷെൽസ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ എന്താന്നുള്ളത്? പിന്നെ ഇത് കണ്ടുപിടിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് മെത്തേഡ് അറിയാലോ. ഷെൽ നമ്പർ തന്നാൽ നിങ്ങൾക്ക് എത്ര ഇലക്ട്രോൺസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാലോ. ഇനി ഇവിടെ അപ്പം നമ്മൾ പ്രീവിയസ് ഇതിൽ കണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താന്നുള്ളത്. കെ ഷെല്ലിന് എത്ര സബ് ഷെൽ ഉണ്ട്? 1 എണ്ണം. എൽ ഷെല്ലിന് എത്ര സബ് ഷെൽ ഉണ്ട്? 2 എണ്ണം. എം ഷെല്ലിന് 3 എണ്ണം, എൻ ഷെല്ലിന് 4 എണ്ണം. മനസ്സിലായല്ലോ? അതന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. കെ ഷെല്ലിന് എത്ര സബ് ഷെൽ ഉണ്ട്? ഒരേ ഒരു സബ് ഷെൽ, അതിന്റെ നമ്പർ എത്രയാണ്? 0 ആണ്. ആ സബ് ഷെല്ലിനെ വിളിക്കുന്ന പേരാണ് എസ് സബ് ഷെൽ. ഓക്കെ, എസ് സബ് ഷെൽ അതിനെ വിളിക്കുന്നത്. ഇനി 2 എൽ ഷെല്ലിന് നമ്പർ എത്രയാണ്? 2 ആണ്. 2 ആണെങ്കിൽ അതിന് എത്ര സബ് ഷെൽ ഉണ്ടാവും? 2 സബ് ഷെൽ ഉണ്ടാവും. അത്
ഒരു എസും ഒരു പി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോ ഷെല്ലിനും ഓരോ എസ് ഉണ്ടാവും. അപ്പൊ സർ ഇതെങ്ങനെ തിരിച്ചറിയാം ഏത് ഷെല്ലിന്റെ അകത്താന്നുള്ളത്? അത് നമ്മൾ ഇങ്ങനെ എഴുതും. സബ് ഷെൽ ഓഫ് ഫസ്റ്റ് ഷെൽ S1, സബ് ഷെൽ ഓഫ് സെക്കൻഡ് ഷെൽ S2, സബ് ഷെൽ ഓഫ് തേർഡ് ഷെൽ S3, സബ് ഷെൽ ഓഫ് ഫോർത്ത് സബ് ഷെൽ S4. മനസ്സിലായോ? അപ്പം ഏത് സബ് ഷെല്ലാണ്, ഏത് ഷെല്ലിന്റെ സബ് ഷെല്ലാണ് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ താഴെ നമ്പർ ഇട്ട് കൊടുക്കും. അപ്പൊ S1 എന്ന് പറയുന്നത് കെ ഷെല്ലിന്റെ സബ് ഷെല്ലാണ്, S2 എന്ന് പറയുന്നത് എൽ ഷെല്ലിന്റെ സബ് ഷെല്ലാണ്. തിരിച്ചറിയാൻ നമ്പേഴ്സ് ഇങ്ങനെ കൊടുക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി എൽ ഷെല്ല് നമ്മൾ പറഞ്ഞു രണ്ട് സബ് ഷെൽ ഉണ്ട്. അതിൽ ഒന്ന് എന്താണ്? എസ് ആണ്. രണ്ടാമത്തെ സബ് ഷെൽ പി ആണ്. ഓക്കെ. ഇനി അടുത്ത ഏതാ? എം ഷെൽ. എം സബ് ഷെൽ, എം ഷെൽ, അതിന്റെ സബ് ഷെൽ മൂന്നെണ്ണം എന്ന് പറഞ്ഞു. അതിൽ പോസിബിൾ വാല്യൂ 0, 1, 2 എന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, 0, 1, 2. മൂന്ന് സബ് ഷെൽസ് ഏതൊക്കെയാ? എസ് സബ് ഷെൽ, പി സബ് ഷെൽ, ഡി സബ് ഷെൽ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ P1 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? ഇവിടെ തന്നപ്പോൾ ഇവിടെ P2, ഇവിടെ P ഇല്ല. ഓക്കെ, അവിടെ P ഇല്ല. P2, ഇവിടെ P3, ഇവിടെ P4 എന്ന് വരും. ഓക്കെ, അതേപോലെ D3 എന്ന് വരും, ഇവിടെ D4 എന്നും വരും. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതിനെ പറ്റിയിട്ട്. ക്ലിയർ ആയല്ലോ? ഇനി എൻ സബ് ഷെൽ, എൻ ഷെല്ലിന് എത്ര സബ് ഷെൽ ഉണ്ട്? അതിന് ഷെൽ നമ്പർ 4 ആയതുകൊണ്ട് അതിന് 4 സബ് ഷെൽസ് ഉണ്ടാവും. അതാണ് എസ്, പി, ഡി ആൻഡ് എഫ്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? സബ് ഷെല്ല് കണ്ടുപിടിക്കുന്നത്. അതാരാ പറഞ്ഞു തരുന്നത്? ക്വാണ്ടം നമ്പർ ആണ് പറഞ്ഞത്. ശരിയല്ലോ? ഓക്കെ. ഇനി അവസാനത്തെ ക്വാണ്ടം നമ്പർ ആണ് എന്ത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പം നമ്മൾ നേരത്തെ അപ്പാർട്ട്മെന്റിൽ പറഞ്ഞ പോലെ ഇവൻ എവിടെയാണ് പൊസിഷൻ, ഏത് പൊസിഷനിൽ പോയാണ് ഇവനെ കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ആ ഓർബിറ്റൽ പറഞ്ഞു തരുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അത് റെപ്രസെന്റ് സ്മോൾ ലെറ്റർ എം ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ കൊണ്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് 10ാം ക്ലാസ്സിൽ ഡീറ്റെയിലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഇതിന്റെ ഓർബിറ്റൽസ് എങ്ങനെ കണ്ടുപിടിക്കുക, അതേപോലെ ഓരോ ഓർബിറ്റലിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ ആണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പം സബ് ഷെല്ല് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് സബ് ഷെൽസും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഇനിയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി സീറ്റ് എവിടെയാണെന്നുള്ളത്. അപ്പം നിങ്ങൾ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് കെ ഷെല്ലിന്റെ താഴെ കണ്ടോ? ഒരൊറ്റൊരു ഓർബിറ്റൽ അതിനേ ഉള്ളൂ. ആ ഷേപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. എസ് സബ് ഷെല്ലിന് ഒരു സ്ഫെറിക്കൽ ബോൾ പോലത്തെ ഷേപ്പാണ് ഉള്ളത്. എൽ ഷെല്ലിനാണെങ്കിൽ അതിൽ എൽ ഷെല്ലിനകത്ത് നമ്മൾ അടുത്ത് ഏതാ എസ് ഉണ്ട്. ആ എസിന്റെ ഷേപ്പ് എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പ് തന്നെയാണ്. പി ഷെല്ലിന്റെ ഷേപ്പ് വരുന്നത് ഡംബൽ ഷേപ്പ്. ഡംബൽസ്, നിങ്ങൾ ഡംബൽസിനെ പറ്റിയിട്ടൊക്കെ കേട്ടതല്ലേ? ആ ഡംബലിന്റെ ഷേപ്പാണ് ആർക്ക്? നമ്മളുടെ പി സബ് ഷെല്ലിൽ വരും. അപ്പം ഇങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്. ഒരു ഷേപ്പ് എങ്ങനെയാണ്? ഓക്കെ, ഒരു ഷേപ്പ് അങ്ങനെയാണ് വരുന്നത് പി സബ് ഷെൽ. ഇനി ഒരു എല്ലിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എത്ര അതിൻ്റെ അകത്ത് ഓർബിറ്റൽസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാം. ആ ഫോർമുലയാണ് 2l+1. എം ആണ്, എം സ്മോൾ ലെറ്റർ എഴുതണം. 2 × l+1. അപ്പൊ എല്ലിന്റെ അകത്ത് എത്രയുണ്ടോ വാല്യൂ അത്രയും ഓർബിറ്റൽസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ കേസിൽ എത്ര സബ്ഷെൽസ് ഉണ്ട്? അതിന് എത്ര സബ്ഷെൽസ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്? എൽ ഷെല്ലിൻ്റെ അകത്ത്
2 സബ്ഷെൽസ് വരുന്നുണ്ട് അല്ലേ, 2 സബ്ഷെൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് L equal to 0 മുതലാണ് അല്ലേ. വെൻ യു L of L is 0 നമുക്ക് ഒരു വാല്യൂ മാത്രമേ ആർക്ക് ഉണ്ടാവുള്ളൂ, നമ്മളുടെ ഓർബിറ്റിൽ ഉണ്ടാവും. അതാണ് നേരത്തെ നമ്മൾ കണ്ടത് അല്ലേ. കെ ഷെല്ലിന് ഒറ്റൊരു സബ് ഷെല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ എല്ലിന്റെ വാല്യൂ 0 ആയിരുന്നു. അപ്പൊ അതിന് ഒരൊറ്റൊരു എന്തേ ഉള്ളൂ, ഓർബിറ്റിലേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ML ഷെല്ലിന്റെ വാല്യൂ. അവിടെ L കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എല്ലിന്റെ വാല്യൂ. എല്ലിന്റെ വാല്യൂ അവിടെ L ഈക്വൽ ടു 1 ആണ് അല്ലേ. എല്ലിന്റെ വാല്യൂ L ഈക്വൽ ടു 1 ആണ്. നേരത്തെ ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മളുടെ ഫോർമുല എന്താണ്, 2 ഇൻറ്റു L പ്ലസ് 1 ആണ്. അപ്പൊ 2 ഇൻറ്റു L ഇവിടെ 1 ആണ്, 1 പ്ലസ് 1 2 ആണ്, 2 2s are 4. അങ്ങനെയാണ് ഇവിടെ എൽ ഷെല്ലിന്റെ അത് എത്ര ഓർബിറ്റൽസ് ഉണ്ട്, 4 ഓർബിറ്റൽസ് ഉണ്ടെന്ന് കിട്ടി. ഓക്കെ. പിന്നെ ഇവിടെ ഇതിന്റെ വാല്യൂ ഇവിടെ എത്ര വരുന്നത്, 2 ഇൻറ്റു ഓക്കെ. അത് നിങ്ങൾ കണ്ടുപിടിച്ചോളണം കേട്ടോ. നമ്പർ ഓഫ് ഓർബിറ്റൽസ് എങ്ങനെയാണ് വരുന്നത് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ. അപ്പം ആ പഠിച്ച ഫോർമുല നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇനി ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത് ഓരോ ഓർബിറ്റലിൻ്റെ അകത്തും ഓരോ സബ്ഷെല്ലിൻ്റെ അകത്തും എത്ര ഇലക്ട്രോൺസ് വീതം ഫില്ല് ചെയ്യുന്നുണ്ടെന്നാണ് പഠിക്കേണ്ടത്. ഓക്കെ. ഓരോ ഷെല്ലിൻ്റെ അകത്ത് എത്ര വീതം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നുണ്ട്, അതിന്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നത്, ആ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. ഓക്കെ. എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇതിനകത്ത് കയറുന്നത്, അതിൻ്റെ ഒരു പ്രത്യേക പ്രിൻസിപ്പിൾ ഒക്കെ ഉണ്ട്, ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. ആ ഓഫ് ബോ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഈ സബ്ഷെൽസ് ആയിട്ട് ഫില്ല് ചെയ്യുന്നൊക്കെ പഠിക്കും. അപ്പം ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. താങ്ക് യു.